CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് പതാക ഉയർന്നു. ഇടുക്കി ജില്ലയിലെ മുതിർന്ന നേതാവും ഉടുമ്പൻചോല MLA-യുമായ MM മണി പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വ്യവസായ സംരംഭങ്ങളടക്കമാകും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തൊഴിലില്ലായ്മ പരിഹരിക്കാം. കേരളത്തിൽ കോരിവാരി അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ കിട്ടുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കേരളമാണ്. മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനവുമല്ല. ഈ 29 ലക്ഷത്തിൽ 20 ലക്ഷത്തിന് ഇപ്പോഴത്തന്നെ തൊഴിൽ കൊടുക്കാമെന്ന് പ്രകടന പത്രികയിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, രണ്ടാം പിണറായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. എത്ര? 20 ലക്ഷം. ഇനി 1.5 കൊല്ലം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് നമുക്ക് 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം. ഇപ്പോഴെത്ര ആൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്? എങ്ങനെയാ തൊഴിൽ കൊടുക്കുക? 2 രീതിയിലാണ്. ഒന്നുകിൽ വ്യവസായ സംരംഭം, അല്ലെങ്കിൽ ജീവനക്കാരെന്ന രീതിയിൽ വ്യവസായത്തിലായാലും എവിടെയായാലും തൊഴിൽ പണിയെടുക്കുന്നവർ. ഇങ്ങനെയല്ലേ 2 വഴിയുള്ളൂ. ഒന്നുകിൽ സ്വയം തൊഴിൽ കണ്ടെത്തൽ ഉൾപ്പെടെ സംരംഭ പ്രവർത്തനം, അല്ലെങ്കിൽ മറ്റ് തൊഴിലിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നവർ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിലും ആകെ PSC മുഖേന നടത്തിയ നിയമനം ഉണ്ടല്ലോ, ആ നിയമനത്തിൽ 40% നിയമനം നടന്നത് കേരളത്തിലാണ്. ജോസിൽ ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജോസിൽ, ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതായത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ സർക്കാരിന്റെ കാലയളവിനുള്ളിൽ തന്നെ ഇനിയും 20 ലക്ഷം തൊഴിലവസരങ്ങൾ വിവിധ വ്യവസായ സംരംഭങ്ങളിലൂടെ അടക്കം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മനു, സാർവദേശീയ അതുപോലെ തന്നെ ദേശീയ സംഭവവികാസങ്ങൾ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിച്ചതിന് ശേഷം ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തിലേക്ക് കടന്നപ്പോഴാണ് കേരളത്തിലെ നിലവിലുള്ള സംഭവവികാസങ്ങൾ, പ്രത്യേകിച്ച് LDF ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമായ നവംബർ 1 അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റും എന്നുള്ള പ്രഖ്യാപനം വീണ്ടും ആവർത്തിച്ചത്. അതിനോടൊപ്പം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സർക്കാരിൻ്റെ കാലാവധി തീരുന്നതിനുള്ളിൽ തന്നെ 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തും എന്നുള്ളതാണ് പ്രധാനമായും ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. വിവിധ ഇപ്പോൾ നേരത്തെ തന്നെ 1 ലക്ഷം 2 ലക്ഷം അങ്ങനെ പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ അതിനെ പരിഹസിച്ചവർക്ക് മുമ്പിൽ അപ്പോൾ 1 ലക്ഷം എന്നുള്ളത് 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെയായി പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഉയർന്നു വരുന്നു. അതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തും രാജ്യത്തിന് വെളിയിലുമെല്ലാം തൊഴിൽ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ നടപടികളാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, അതായത് ഈ ഇപ്പോഴത്തെ LDF സർക്കാരിൻ്റെ കാലാവധി തീരുന്നതിനുള്ളിൽ തന്നെ 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കും എന്നുള്ള കൃത്യമായ നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് ഈ നവംബർ 1 ഇന്ത്യയിൽ തന്നെ വേറെ ആർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ്. പല സംസ്ഥാനങ്ങളുടെയും 42%-ലധികമാണ് അതിദരിദ്രരുടെ. എന്നാൽ ഇപ്പോൾ തന്നെ 0.7% മാത്രമാണ് കേരളത്തിലെ അതിദരിദ്രർ. അത് ഈ നവംബർ 1 പൂർണ്ണമായി 0% അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും എന്നുള്ള കാര്യം ഗവൺമെൻറ് ഉറപ്പുവരുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് ഇവിടെ പട്ടിണി ഉണ്ടെങ്കിൽ മാത്രമേ, ദരിദ്രരുണ്ടെങ്കിൽ മാത്രമേ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എന്തെങ്കിലും നൽകൂ എന്നുള്ള നിലപാട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സ്വീകരിക്കുമ്പോൾ അതിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ്. അതിന് കൃത്യമായിട്ട് ജോർജ് കുര്യന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ എല്ലാം ലക്ഷ്യം കേരളമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ദാരിദ്ര്യം വേണമെന്ന് പറയുന്നത് ഒരു സാമ്പത്തികമായിട്ട് ഒന്നും കേരളത്തിന് നൽകാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിനാണ് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ ജോർജ് കുര്യൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് എന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെ AI-യുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. കാരണം ഈ AI എന്ന് പറയുന്നത് മുതലാളിമാർക്കും അതുപോലെ തന്നെ സമ്പന്ന വിഭാഗങ്ങൾക്കും മാത്രം ലഭ്യമായ ഒന്നായി മാറുകയും അങ്ങനെ സമ്പന്നരും അതിദരിദ്രരും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ അത് സോഷ്യലിസത്തിൻ്റെ പാതയിലേക്ക് ഈ സംഘർഷം മൂർച്ഛിക്കുന്നതോടുകൂടി വിപ്ലവത്തിലേക്ക് മാറും എന്നുള്ള നിലപാടിൽ അദ്ദേഹം ഉറച്ചു പറയുകയാണ്. ഏതായാലും കൃത്യമായ മറുപടിയാണ് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടും ഈ കാര്യങ്ങളിലെല്ലാം. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രന് മറുപടി നൽകുന്നുണ്ട്. CPM-ന്റെ എല്ലാ സമ്മേളനങ്ങളിലും ഒന്നെങ്കിൽ പൊതുസമ്മേളന നഗരിയോ അല്ലെങ്കിൽ പ്രതിനിധി സമ്മേളനം നടക്കുന്ന നഗരിയോ കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലാണ്. കൃത്യമായി കോടിയേരി ബാലകൃഷ്ണനെ അടക്കം ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമാണ് CPM-ന്റെ സമ്മേളനങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യവും ഗോവിന്ദൻ
മാസ്റ്റർ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. മനു. ജോസിൽ ഇടുക്കിയിലെ സമ്മേളന നഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.